നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. പൊതുവേ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസ് കേട്ട് ആണ് നമ്മൾ മാർക്കറ്റിലേക്ക് ഇന്ന് വരുന്നത്. മാർക്കറ്റായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കൂടി ഇന്ത്യ ചാമ്പ്യൻഷിപ്പ് ട്രോഫി വിൻ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എല്ലാ ആളുകൾക്കും ഉണ്ട്. മാർക്കറ്റിലേക്ക് വരുമ്പോഴും സന്തോഷത്തിന് കുറവൊന്നുമില്ല. കാരണം ഈ ഒരു കലണ്ടർ ഇയറിലെ വീക്കിലി അടിസ്ഥാനത്തിൽ ആദ്യത്തെ ഗ്രീനിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തൊരാഴ്ചയാണ് കഴിഞ്ഞ ആഴ്ച. 350 പോയിൻറ്റിൻ്റെ ഒരു റാലിയോട് കൂടി നിഫ്റ്റി ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ നിഫ്റ്റി അതിൻ്റെ ലോയിൽ നിന്ന് 21,924 ലോയിൽ നിന്ന് 600 പോയിൻറ്റിൻ്റെ ഒരു റാലി കിട്ടി. RBI ലിക്വിഡിറ്റി ഉയർത്താനായിട്ട് ബോണ്ട് റീപർച്ചേസ്, ബോണ്ട് സ്വാപ്പ്, നോൺ ഫിനാൻഷ്യൽ ബാങ്കിങ് കമ്പനീസിന് കുറച്ച് ഇളവുകൾ, അങ്ങനെ ഒരുപാട് മെഷേഴ്സ് RBI എടുത്തു, ലിക്വിഡിറ്റി കൂട്ടി. അപ്പോൾ അത്തരത്തിലുള്ള ഘടകങ്ങൾ മാർക്കറ്റിൽ പോസിറ്റീവായിട്ട് റിഫ്ലക്റ്റ് ചെയ്തു. ഇനി ഈ ഒരു ആഴ്ചയിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരുപാട് ഈവൻ്റ് ഉണ്ട്. ആ ഒരു ഈവൻറ്റിൻ്റെ ചാർട്ട് നമുക്ക് കാണാം. മാർച്ച് 12 US നിന്ന് ഇൻഫ്ലേഷൻ, മാർച്ച് 12 ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ. US ഇൻഫ്ലേഷൻ 7 മണി PM, ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ 4 മണി PM. അപ്പോൾ രണ്ടും ബുധനാഴ്ച ദിവസം മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓവർനൈറ്റ് പൊസിഷൻസിൽ തന്നെ ബുധനാഴ്ച ഹോൾഡ് ചെയ്യുന്നത് 2 അല്ല 3 തവണ ആലോചിച്ച് വേണം. ഇനി ഈ ഒരാഴ്ചയിലേക്ക് നമ്മൾ വരുമ്പോൾ പ്രധാനമായിട്ടും US മാർക്കറ്റ് കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചർ നെഗറ്റീവാണ്. ബിറ്റ്കോയിനും ഏകദേശം ഒരു $4,000 ഇടിവ് രേഖപ്പെടുന്നുണ്ട്. പക്ഷേ അതിനനുസരിച്ച് ഏഷ്യൻ മാർക്കറ്റും തന്നെ നെഗറ്റീവിൽ ട്രേഡ് ചെയ്യാൻ കൂട്ടാക്കുന്നില്ല. നമുക്ക് നേരെ ഒന്ന് ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും താഴെ കാണാം ഡോ ഫ്യൂച്ചർ 200 പോയിൻറ്റിൻ്റെ ഡൗൺ. എന്നാൽ അതിന് മുകളിലുള്ള ജപ്പാൻ മാർക്കറ്റോ കൊറിയൻ മാർക്കറ്റോ ഏറ്റവും മൂന്നാമതുള്ള ഓസ്ട്രേലിയൻ മാർക്കറ്റോ ഓസ്ട്രേലിയ X200 ആണ്, നെഗറ്റീവിൽ ട്രേഡ് ചെയ്യുന്നില്ല. ഗോൾഡ് ഏറ്റവും ടോപ്പിൽ നിന്ന് മൂന്നാമത് $2,914 പെർ ഔൺസ്. അതിന് തൊട്ട് മുകളിൽ ബ്രന്റ് ഓയിൽ 70 ഏറ്റവും ടോപ്പിൽ കാണാം. ബിറ്റ്കോയിനിൽ വലിയൊരു ഇടിവ് $5,000 ഇടിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയിലാണ് ബിറ്റ്കോയിൻ ഉള്ളത്. അപ്പോൾ ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സ് ഇതാണ്. വെള്ളിയാഴ്ച US മാർക്കറ്റ് പോസിറ്റീവായിരുന്നു, ഇപ്പോൾ US ഫ്യൂച്ചർ നെഗറ്റീവാണ്. ഇന്ത്യൻ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ വലിയ മാറ്റങ്ങളൊന്നും തന്നെ വെള്ളിയാഴ്ചയിലെ നമ്മുടെ ക്ലോസിങ്ങിൽ നിന്ന് ഇപ്പോഴുള്ള ഗിഫ്റ്റ് നിഫ്റ്റിയിലില്ല. പക്ഷേ ഗിഫ്റ്റ് നിഫ്റ്റിയാണ് വലിയ രീതിയിൽ ചാഞ്ചാട്ടങ്ങളൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ നമ്മുടെ ഇന്ത്യ വിക്സ് കഴിഞ്ഞ ദിവസം കൂൾ ഡൗൺ ആയിരുന്നു. ഈവൻ US വിക്സും കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം 7% ഒരു ഫോൾ ഉണ്ടായിരുന്നു. ഇനി ഇന്നത്തെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകുകയാണെങ്കിൽ ജെൻസോൾ എഞ്ചിനീയറിംഗ് കമ്പനി ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏകദേശം 80% ഇടിവ് രേഖപ്പെടുത്തിയ കമ്പനിയാണ് ജെൻസോൾ എഞ്ചിനീയറിംഗ് കമ്പനി. അപ്പോൾ ജെൻസോൾ എഞ്ചിനീയറിംഗ് കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് 2.37% സ്റ്റേക്ക് സെല്ല് ചെയ്തിരുന്നു. അപ്പോൾ അത് അവർ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് കമ്പനി പറഞ്ഞു. കൂടാതെ കമ്പനി സ്റ്റോക്ക് സ്പ്ലിറ്റ് പ്രഖ്യാപിക്കും. കൂടാതെ കമ്പനി ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റിലൂടെ ഫണ്ട് റൈസ് ചെയ്യുമെന്നുള്ള തീരുമാനമുണ്ട്. ഇൻഡസൻ ബാങ്കിൻ്റെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, സുമന്ത് കത്പാൽട്ടിയ MD CEO ആയിട്ട് വീണ്ടും നിയമിതനാവാനായിട്ട് RBI അംഗീകാരം കൊടുത്തു. ടാറ്റ പവർ 7000 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള പുതിയ പവർ റിന്യൂവബിൾ എനർജി ആന്ധ്രാപ്രദേശിൽ ചെയ്യാനായിട്ട് കമ്പനി ധാരണയായി. റെയിൽടെൽ കമ്പനി 28 കോടി രൂപയുടെ ഓർഡർ, റെയിൽവേ സംബന്ധമായിട്ടുള്ള ഓർഡർ ഇവർക്ക് ലഭിച്ചു. സൺ TV കമ്പനി $2.50 ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. ലുപ്പിൻ ഫാർമ കമ്പനിയാണ്. അവരുടെ പുതിയ മെഡിസിൻ US ഡ്രഗ് കൺട്രോൾ അതോറിറ്റി അംഗീകാരം കൊടുത്തു. JMR എയർപോർട്ട് ഇവരെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, ഇവർ ഡെൽ ഫ്രാപ്പോർട്ട് എന്ന് പറഞ്ഞ കമ്പനിയുടെ 10% സ്റ്റേക്ക് അക്യൂർ ചെയ്തു. ഓറിയൻ്റൽ ഇൻഫ്രാ കമ്പനി ഇതിനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, വന്ദേ ഭാരത് ട്രെയിനായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ് ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഓറിയൻ്റൽ ഇൻഫ്ര. ബയോകോൺ മറ്റൊരു IT അല്ല, ഫാർമ കമ്പനിയാണ്. അവരുടെ പുതിയ മെഡിസിൻ്റെ ക്ലിനിക്കൽ ട്രയൽ സക്സസ്ഫുള്ളി വിജയിച്ചു എന്നുള്ള ന്യൂസ് ബയോകോൺ എന്ന് പറഞ്ഞ ഫാർമ കമ്പനീനെ സംബന്ധിച്ച് ഉണ്ട്. കോൾ ഇന്ത്യ ഹൈദരാബാദ് IIT ആയിട്ട് പുതിയ ഒരു ബിസിനസ് കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തു എന്നുള്ള ന്യൂസ് കോൾ ഇന്ത്യനെ സംബന്ധിച്ചിട്ടുണ്ട്. തങ്കമയിൽ ജ്വല്ലേഴ്സ് ഇവർ റൈറ്റ് ഇഷ്യൂ അനൗൺസ് ചെയ്തിട്ടുണ്ട്. 1400 രൂപക്കാണ് റൈറ്റ് ഇഷ്യൂ അനൗൺസ് ചെയ്തിട്ടുള്ളത്. എന്താ റൈറ്റ് ഇഷ്യൂ? നിലവിൽ തങ്കമയിൽ ജ്വല്ലേഴ്സിൻ്റെ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്ക്
1400 രൂപക്ക് വീണ്ടും അതേ സ്റ്റോക്ക് അവർക്ക് മാത്രം ബൈ ചെയ്യാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. വേണമെങ്കിൽ ബൈ ചെയ്യാം. അപ്പോൾ കമ്പനിയുടെ നിലവിലുള്ള സ്റ്റോക്കിൻ്റെ പ്രൈസ് 1734 അപ്പോൾ 1734 വിലയുള്ള സ്റ്റോക്ക് നിലവിലെ ഷെയർ ഹോൾഡേഴ്സിന് 1400 രൂപക്ക് കിട്ടുമെന്നുള്ളതാണ് റൈറ്റ് ഇഷ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വൈകിട്ട് 7 മണിക്ക് എത്താം. താങ്ക് യു.